ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ചിക്കൻ നഗറ്റ്സ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് വേണം. ചിക്കൻ ബ്രസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല മാംസമുള്ള ഭാഗമില്ലേ, അതിൽ എല്ലില്ലാത്ത കഷ്ണം നോക്കി എടുത്തിട്ട് അത് ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി. ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ചേരുവകളാണ് പറയുന്നത്. ഇനി ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ സീസണിങ്ങിന് ആവശ്യമായിട്ട് ഇറ്റാലിയൻ സീസണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. നാരങ്ങ നീരിന് പകരമായിട്ട് തൈരാണെങ്കിലും ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെക്കണം. അപ്പോഴേക്കും ഇതിലേക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ട് പിടിക്കും. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി ഇതിന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മുട്ട വേണം. ഞാനിവിടെ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ബ്രെഡ് ക്രംസിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ പുറം ഭാഗത്ത് ആ കോട്ടിങ്ങിൽ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിൽ ആദ്യം കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ടെടുക്കാം. ആദ്യം ഒന്ന് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ വരുമ്പം ഏറ്റവും പുറംഭാഗമുള്ള ഭാഗം നല്ലപോലെ ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. ഉൾഭാഗം ചിക്കനിലുള്ള ഭാഗം നല്ലപോലെ സോഫ്റ്റും ആയിരിക്കും. എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഒരു സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ എടുത്ത് വെച്ചിട്ട് ഫ്രീസറിനകത്തേക്ക് വെച്ചാൽ മതി. ഒരു 3-4 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നഗറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് അരച്ചിട്ടാണെങ്കിലും നഗറ്റ്സ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കാറുണ്ട്. എനിക്ക് ഈ രീതിയിലാണ് കുറച്ചും കൂടി കഴിക്കാനായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴും ക്രിസ്പിനെസ്സിന് ഒരു കുറവുണ്ടാവില്ല. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ പുറമേ നല്ല ക്രിസ്പിയുമാണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ കണ്ടോ, നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ചിക്കൻ. നമുക്ക് സോസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ മയണൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാവുന്നതാണ്. കിഡ് സ്പെഷ്യൽ ചിക്കൻ നഗറ്റ്സ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.